അപ്പൊ ഞങ്ങൾ പോണവർക്ക് അറിയോ നന്ദി ഹിൽസ് പോട്ടോ. നന്ദി ഹിൽസിന്റെ രാത്രി കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പോണത് കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടോളി. അപ്പൊ എന്റെ കൂടെ പ്രദീപ് മച്ചാനുണ്ട്, അതുപോലെ തന്നെ ഷഹബാസ് SBC ഉണ്ട്, മിസ്റ്റർ ജാസിം കണ്ണൂർ ബോംബ് നിർമ്മാണം ഉണ്ട്, അഖിൽ മന്നാടിയറുണ്ട്, അഷ്കർ മോനുണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങൾ ഈ പോണ റോഡ് ഇതാണ് ബെല്ലാരി റോഡ് കേട്ടോ. ബാംഗ്ലൂരിലെ ബെല്ലാരി റോഡ് ഇവിടെ എയർപോർട്ടൊക്കെ പോണ റൂട്ടാണിത്. യലഹങ്ക വഴി എയർപോർട്ടിലെത്താം, കേമ്പകോട എയർപോർട്ടിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നന്ദി ഹിൽസിൽ പോകാനും ഈ വഴിയാണുള്ളത്. അപ്പോൾ രാത്രി ഒരു 12:30 മണിക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. എല്ലാവരും ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലെത്തി പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോകാൻ. ഇവിടെ വന്നിട്ട് ഇതുവരെ നന്ദി ഹിൽസ് കണ്ടിട്ടില്ല അപ്പോഴേ എല്ലാവരും ഒരുപാട് കാലം ആഗ്രഹം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ദിവസം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഗേറ്റ് അടവാണ്. ഇവിടെ 4-5 മണിയാവും എന്തായാലും തുറക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ ഫുള്ള് വണ്ടി ഇവിടെ നോക്കണ്ടില്ല. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം നന്ദി ഹിൽസിക്ക് രാവിലത്തെ ഒരു സൂര്യോദയ കാഴ്ച കാണാൻ. ആളുകൾക്കൊന്നും ക്ഷമയില്ല കേട്ടോ, കാരണം ഗേറ്റ് തുറന്നിട്ടില്ല. എന്നാലും അങ്ങനെ ഓണടിക്കാൻ നമ്മൾ ട്രാഫിക്കിൽ ഓണടിക്കണ പോലെ ഇവർക്ക് ഓൾറെഡി ഒരു ഹോബിയാണ് ഇവിടെ. ഫസ്റ്റ് വന്ന് രണ്ടാമത്തെ കാറ് ഞങ്ങൾ വണ്ടിയത്. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ ഇപ്പോൾ കവാട് തുറന്നിട്ടില്ല. കാര്യം മനസ്സിലായി, ഇവിടെ ബൈക്കുമ്പോൾ ഇവിടെ വൈകും. രാത്രി 2 മണിക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തോ. ഒരു 2 മണിക്ക് വന്ന് കാറിൽ കിടന്നുറങ്ങി. പക്ഷേ ഞങ്ങൾ തുറന്നിട്ടില്ല. എല്ലാ വണ്ടിക്കാരും പിന്നീടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് വിട്ട ബൈക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഫുള്ള് ക്യൂലേക്ക് കൊണ്ടോ. ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല, കാറിലായതുകൊണ്ട്. ബൈക്കിൽ വരുന്നുണ്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുക. ഭയങ്കര ടിക്കറ്റിന് ക്യൂ ആണ്. ഇവിടെ വണ്ടിക്ക് വേറെ പാർക്കിംഗ് ചാർജ് ഉണ്ട്, പിന്നെ ടിക്കറ്റ് ചാർജ് 40 രൂപ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസിൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മല കയറണം. അപ്പം മല കയറുന്ന വീഡിയോ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ഹോട്ടലിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഭയങ്കര തിരക്ക്. സമയം 5 മണിയായിട്ട് വരില്ല. ഇവിടെ ഒരു ജനങ്ങൾ തിരക്കുണ്ടായ ആകെ അന്തം വിടും. അപ്പോൾ എത്ര 50, ഒരാൾക്ക് 50 അല്ലേ? അപ്പോൾ ഞങ്ങൾ 4 ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഏറ്റവും നല്ലത് ക്യാഷായിട്ട് കയ്യിൽ വെക്കുക. അല്ലാതെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ എഴുതി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ സ്കാനിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ നെറ്റ്വർക്ക് റേഞ്ച് വളരെ കുറവുള്ള സ്ഥലമാണ്. കാരണം ഏറ്റവും ഒരു എകർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ കറൻസി ആയിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വരിക. മറ്റേ ഇവിടെ നിന്ന് നിങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാവും. വ്യൂ പോയിന്റ് हेलो गाइस. तो गाइस अभी नंदिल का व्यू काफी अच्छा है, तो हम यहाँ पे एंजॉय करेंगे. तो गाइस अभी हम लोग जो बोलेगा वो कर देंगे. क्लियर नहीं है यार, नहीं आ रहा है. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇവിടെ ബായ്മാരുണ്ട്, പക്ഷെ ക്ലിയർ ഇല്ല ഫോണ്. ഇവിടെ അങ്ങനെ ഒരു കട കണ്ടു. ഒരു 10 ഫൂട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടൊരു കട. വേറൊന്നും സാധനം കാണുന്നില്ല, എന്തായിരിക്കും എന്നറിയില്ല. ഫുഡൊക്കെ കിട്ടുമോ? ഷഹബാസ് ഭായിയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം നന്ദി ഹിൽസ് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. ഈ മച്ചാൻ അഖിൽ മച്ചാനാണ് ഇന്ന് നിങ്ങളെ നന്ദി ഹിൽസ് ഞങ്ങൾ ഫുള്ള് കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ വരിക, എത്ര കിലോമീറ്ററാണ് ബാംഗ്ലൂർ സിറ്റി എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു കാര്യം താഴെ കണ്ടിട്ട് കയറി വന്ന മുകളിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മോർണിംഗിലാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ അപ്രോക്സിമേറ്റ്ലി 6 o'clock in the morning. കറക്റ്റ് ടൈമിൽ എത്തിയാണോ? അതെ, കറക്റ്റ് ടൈമിൽ എത്തിയത്. നല്ല തിരക്ക് നമുക്കിവിടെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ കറക്റ്റ് ടൈമിംഗ്. നല്ലൊരു സൺറൈസ് ടൈമാണ് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇവിടെ ക്രൗഡുകളെ കാണിക്കാം. ഇവിടുത്തെ ആളുകളെ ഞങ്ങൾ രാവിലെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, ക്ലിയർ കുറവുണ്ട്. അതായത് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആക്കി തുടങ്ങിയിട്ടുണ്ട്. നന്ദി ദുർഗ എന്ന പേരിലും അറിയപ്പെടുന്ന സ്ഥലമാണ് നന്ദി ഹിൽസ്.
കർണാടക സംസ്ഥാനത്തെ ചിക്കബെല്ലാപൂർ ജില്ലയിൽ ഗംഗാ രാജവംശം നിർമ്മിച്ച ഒരു പുരാതന ഹിൽ സ്റ്റേഷനാണ് നന്ദി ഹിൽസ്. ചിക്കബെല്ലാപൂർ പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. അർക്കാവതി, പൊന്നയാർ നദി, പാലാർ നദി, പാപാഗ്നി നദി, പെണ്ണാർ നദി എന്നിവയുടെ ഉത്ഭവസ്ഥാനം ഈ കുന്നുകളിൽ നിന്നാണ്. നന്ദി ഹിൽസിലെ സൂര്യോദയം കാണുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഡാർക്ക് ഉച്ചകോടി നടന്നത് ഇവിടെയാണ്. അപ്പൊ മക്കളെ, ഞങ്ങൾ സൂര്യോദയം കാണാൻ കാത്തിക്കട്ടെ. നന്ദി ഹിൽസ് വന്നിട്ട് രാത്രി 12 മണിക്ക് വന്ന് ഗേറ്റിങ് ഫസ്റ്റ് നിന്നിട്ട് കാണാൻ ഒന്നും കാണുന്നില്ല. സൂര്യൻ ഉദിക്കൂലേ, അതോ ഇന്നൊരു കർത്താവാണെന്താന്ന് അറിയില്ല. സൂര്യോദയം പോയി കാര്യം. ഇന്ന് മേഘം സൂര്യല്ല. ക്ലൈമറ്റ് ഉണ്ട്, തണുപ്പുണ്ട്. ആക്ച്വലി ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ കാര്യമായിട്ടും ആളുകൾ ഇവിടെ വരുന്നത് ഈ ഒരു മുഹൂർത്തം കാണാനാട്ടോ. സൂര്യ ഉദിച്ചിങ്ങനെ പൊങ്ങി വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ സൂര്യ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് കടൽ തീരത്ത് പോയാൽ കറക്റ്റ് കാണുമല്ലോ അല്ലേ. അപ്പോൾ സൂര്യ ഉദിക്കണ കാഴ്ച കാണാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റ് തന്നെയാണ് ഈ നന്ദി ഹിൽസ്. 11ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശമാണ് നന്ദി ഹിൽസ് വികസിപ്പിച്ചെടുത്തത്. ടിപ്പു സുൽത്താൻ ഒരു വേനൽക്കാല വിശ്രമ കേന്ദ്രമായും ഇത് ഉപയോഗിച്ചിരുന്നു. നിറയെ മരങ്ങൾ നിറഞ്ഞ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് നന്ദി ഹിൽസ്. രാവിലെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നത് നന്ദി ഹിൽസ് പെയ്തിറങ്ങുന്ന കോടമഞ്ഞ് തന്നെയാണ്. രാവിലെ 6 മണിയോടടുത്ത് സഞ്ചാരികൾക്ക് തുറന്നു തരുന്ന നന്ദി ഹിൽസ് ഒരു അത്ഭുതം തന്നെയാണ്. നന്ദി ഹിൽസിൻ്റെ അടിവാരത്തിൽ നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ മുകളിൽ പ്രവേശന കവാടത്തിലെത്താം. നന്ദി ഹിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബാംഗ്ലൂരിൽ പലരുടെയും മുഖം ഒന്ന് ചുളിഞ്ഞേക്കാം. ബാംഗ്ലൂരുവിൽ വന്ന കാലം മുതൽ പോകുന്ന ഇടമാണെന്ന് മാത്രമല്ല, 1-2 തവണയിൽ കൂടുതൽ പോയി കാണാനുള്ളതൊന്നും നന്ദി ഹിൽസിൽ ഇല്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. കാര്യങ്ങളിങ്ങനെയാണെങ്കിലും അവധി ദിവസങ്ങളിലും മറ്റും ഇവിടേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. എന്നാൽ നന്ദി ഹിൽസ് കാണാൻ നിങ്ങൾ ഏത് സമയത്താണ് പോകുന്നതെന്ന് നോക്കി യാത്രയുടെ പ്ലാൻ ചെയ്യാം. നാട്ടിൽ നിന്ന് വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒക്കെ ബാംഗ്ലൂരിൽ വന്നാൽ അവരെയും കൊണ്ട് ഒരു ഔട്ടിംഗ് പോകാനാണെങ്കിൽ ആദ്യത്തെ സ്ഥലം നന്ദി ഹിൽസ് ആയിരിക്കും. എന്നാൽ നന്ദി ഹിൽസിലെ സൂര്യോദയം കാണാൻ പുലർച്ചെ 3-നും 4-നും ഒക്കെ ഇറങ്ങി അവിടെ എത്തുമ്പോഴാകട്ടെ വണ്ടിയുടെ നീണ്ട നിരയാവും. പ്രത്യേകിച്ച് അവധിയോ ആഴ്ചാവസാനങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട. നന്ദി ഹിൽസ് സന്ദർശിക്കാൻ പറ്റിയ സമയം അറിയാത്തതാണ് ഇതിൻ്റെ കാരണം. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ എപ്പോൾ വേണമെങ്കിലും ധൈര്യമായി സഞ്ചാരികൾക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമാണ് നന്ദി ഹിൽസ്. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാൻ സാധിക്കുന്ന ഇടമാണ് നന്ദി ഹിൽസ്. മഴയുള്ള ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സീസണിൽ ഇവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നന്ദി ഹിൽസ് കാണാൻ പറ്റിയ സമയവും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നതും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സീസണാണ്. തണുപ്പും കോടമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയും വെയിലില്ലാത്തതുമൊക്കെ ഇതിന് കാരണമാണ്. തുടർന്ന് മാർച്ച് മുതൽ മെയ് വരെയും ഇവിടെ നല്ലതാണ്.